ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആലിയ കട്ട് കുർത്തിയാണ്. കോട്ടൺ മെറ്റീരിയലിലാണ് ഈ കുർത്തി ചെയ്യുന്നത്. പിന്നെ ഇതിന് 3/4 സ്ലീവാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ യോക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. യോക്ക് പോർഷന് വേണ്ടി നമുക്ക് എത്രയാണോ യോക്കിൻ്റെ ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്ത് അനുസരിച്ച് യോക്കിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 4 ആക്കി മടക്കിയിട്ട ശേഷം ഫ്രണ്ടും ബാക്കും യോക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് നമ്മൾ പ്ലീറ്റഡ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഫ്രണ്ടാണ് ആലിയ കട്ട് വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ട മെഷർമെൻറ്റ്സ് കൊടുക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ ഹാഫാണ് ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തേക്ക് 7 ഇഞ്ച് തന്നെ ഷോൾഡറിൻ്റെ ലെങ്തും മാർക്ക് ചെയ്ത് നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് ഇനി നെക്സ്റ്റ്. സീം അലവൻസും കൂടി ചേർത്ത് 12 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. പിന്നെ ആം ഹോളാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ബാക്ക് ആം ഹോളാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ട യോക്കിൻ്റെ ലെങ്താണ്. യോക്കിൻ്റെ ലെങ്ത് ഇവിടെ സീം അലവൻസും കൂടി ചേർത്തിട്ട് 16 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് ആ ഒരു വിഡ്ത്തും കൂടി മാർക്ക് ചെയ്ത് യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇവിടെ ഫ്രണ്ടും ബാക്കും ആണേ. കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്രണ്ട് പോർഷൻ ആലിയ കട്ട് മോഡൽ കട്ട് ചെയ്യാം. ബാക്ക് പോർഷൻ മാറ്റിയിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം ഇതുപോലെ 2 ആക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഫ്രണ്ട് പോർഷനിൽ കുഴിച്ച് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ കുറച്ചൊന്ന് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യണം. ഇനി താഴെ ഭാഗത്തു നിന്നും ഞാനിവിടെ 3 ഇഞ്ചാണ് കേട്ടോ ആലിയ കട്ട് മോഡലിന് വേണ്ടി കൊടുക്കുന്നത്. ഇനി നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ശേഷം ഈ കാണുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് ഫ്രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഈ മോഡലിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളാണ്. ആം ഹോളും കൂടി ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ഇതുപോലെയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നെക്കും കൂടി മാർക്ക് ചെയ്യാം. 3.25 ഇഞ്ച് വിട്ടും 6 ഇഞ്ച് ഇറക്കവും കൊടുത്ത ശേഷം ഇതുപോലെ ഒരു ഷേപ്പാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൂടി കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ ചെറിയൊരു യു ആക്കി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. 4 ഇഞ്ചാണ് ഇറക്കം കൊടുത്തത്. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗമാണ്. താഴത്തെ ഭാഗം നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് ഈ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് 3 ഇഞ്ച് കുഴിച്ച ശേഷം നമ്മുടെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ സ്ലീവിന് വേണ്ടി തുണി തികയാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഇതുപോലൊരു കട്ട് പീസുകളൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്താണ് 3/4 സ്ലീവ്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ഭാഗം അടുത്ത വീഡിയോയിലാണ്. ഫൈനൽ ലുക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. താങ്ക്